വെൽക്കം ടു കെ ഫോർ കിസാൻ. ഇന്ന് നമ്മളൊരു നോമ്പ് തുറ പരിപാടിക്ക് വന്നേക്കാം കേട്ടോ. ഒരു സമൂഹ നോമ്പ് തുറ പരിപാടിക്ക് വന്നേക്കാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നമ്മുടെ റഫീഖാക്കും ടീമൊക്കെ ഉള്ള ഒരു ക്ലബ്ബ് ഉണ്ട്, യങ്സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് നടോപ്പറമ്പ് എന്നാണ് അവരുടെ ക്ലബിൻ്റെ പേര്. ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് നോമ്പ് തുറ നടത്തുന്നത്. എല്ലാ പ്രാവശ്യവും അവർ നടത്താറുണ്ടെന്ന് പറഞ്ഞത് ഈ പ്രാവശ്യം അതിവിപുലമായിട്ടാണ് പറഞ്ഞത്. 10-450 ആൾക്കാരുടെ പരിപാടിയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് ഒരു സ്കൂളുണ്ട്, ആലിയ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ നമ്മളെ ഏതായാലും ക്ഷണിച്ചിട്ടുണ്ടോ. ഇന്ന് ഏതായാലും ഈസ്റ്ററാണ്. ഈസ്റ്ററിൻ്റെ തിരക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു. റഫീഖാക്കും എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു, ഒരാഴ്ച മുമ്പേ പറഞ്ഞു ഞങ്ങൾ പരിപാടി ഉണ്ട് വരണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളേതായാലും വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലെ തൊട്ട് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റും പരിപാടി ഒക്കെ അവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകട്ടോ. അവിടെയാണ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാവരും ഉണ്ട് അവിടെ. പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായി. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. എല്ലാവരും ഓരോരോ പരിപാടിയിലാണ്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടെ ഗ്രൗണ്ടിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ യങ്സ്റ്റാർ ക്ലബിൻ്റെ ഏതൊരു മെമ്പറിനോട് നമ്മുടെ പരിപാടി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റഫീഖാക്കിനോട് ചോദിച്ചു നോക്കാം. ഇപ്പം എന്താണ് നമ്മുടെ പരിപാടി, എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്രാവശ്യം നമ്മളെ അമ്മിനിക്കാട് നടുവപ്പറമ്പിൽ വെച്ചിട്ട് സമൂഹ നോമ്പറ വലിയൊരു പരിപാടിയാക്കിയിട്ടാണ് നമ്മൾ കരുതിയത്. ദൈവം സഹായിച്ചിട്ട് 10-450 ആളെ പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എല്ലാ കൊല്ലം നമ്മൾ ചെറിയ ഒരു പരിപാടി ഉണ്ടാക്കല് ഇവിടെ നാട്ടില്. സ്ത്രീകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇപ്രാവശ്യം സ്ത്രീകളെയും കുട്ടികളെയും നമ്മളെ അടുത്ത മഹല്ലത്തെ ആൾക്കാരെയും പിന്നെ നമ്മൾ ഇതര സമുദായത്തിലുള്ള വ്യക്തികളെയും പെണ്ണുങ്ങളെയും എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കരുതിയിരിക്കുന്നത്. അതിനുള്ള എല്ലാ സെറ്റപ്പും എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും അതേമാതിരി നമ്മളെ മുതിർന്നവരും ക്ലബിൻ്റെ ഭാരവാഹികളും മഹല്ലിൻ്റെ ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് അടിപൊളിയായിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ കരുതിയിരിക്കുന്നത്. ഇനി ഭക്ഷണം ഇല്ലാത്ത എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാ സജ്ജീകരണങ്ങളും ആയിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഒക്കെ അവരൊന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ടേബിൾ ഇട്ടിട്ടുണ്ട്, കസാര ഇട്ടിട്ടുണ്ട്. ഇനി ഫുഡും ബാക്കി പരിപാടിയൊക്കെ വന്നാൽ മതി.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ ഞാൻ നോക്കിയിട്ട് അതിഗംഭീരമായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും കൂടി ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞ കല്യാണത്തിന് ചെറിയ കല്യാണം, ചെറുതല്ല, ഒരു അത്യാവശ്യം കല്യാണത്തിന്റെ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഇതിൽ പരിപാടി അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഫുഡും കാര്യങ്ങളും എല്ലാവർക്കും തേഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ സംഘാടകരിൽ ഒരാളായ നമ്മുടെ മുസ്തഫാഖിനോട് ചോദിച്ചു നോക്കാം, എന്തായിരുന്നു ഇത്, എങ്ങനെയായിരുന്നു നമ്മുടെ ഈ പരിപാടി, അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ കുറെ കാലം കൊണ്ട് നമ്മൾ യുവാക്കളായിട്ട് നടത്തി വരുന്ന ഒരു സംഗതിയാണിത്. ചെറുമട്ടത്തിലാണ് ഇതിന്റെ തുടക്കം കുറിച്ചതെങ്കിലും അതിഗംഭീരമായിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പ്രാവശ്യം ഇവിടുത്തെ എല്ലാ സ്ത്രീകളെയും അതുപോലെ ഈ അടുത്തുള്ള എല്ലാ പ്രദേശത്തു നിന്ന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കരുതിയിലേറെ ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. വൻ വിജയമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഇതിന്റെ വിജയത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള യുവാക്കളുടെ ഒരു ഒറ്റ കെട്ടാണത്. ഈ യുവാക്കളുടെ ഒറ്റ കെട്ടും പിന്നെ അതുപോലെ നല്ല പ്രവർത്തനമാണ്. സ്റ്റാർ ക്ലബിന്റെ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് ഏതായാലും നല്ലൊരു മാതൃകയായതാണ്. എല്ലാ മതക്കാരും പങ്കെടുത്ത് പരിപാടി നല്ല വിജയമാക്കി തന്നിട്ടുണ്ട്. ഏതായാലും ഇനിയും ഇതുപോലെ നല്ല ഇതിലും വലിയ പരിപാടികൾ ഇനിയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തുണ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് നമ്മളെ ക്ലബിന്റെ സെക്രട്ടറി ആയ യാസർ കാക്കിനോട് ചോദിച്ചു കേട്ടോ. നമസ്കാരം. നമ്മളിങ്ങനെ ഒരു പരിപാടി നമ്മളിവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചെറിയൊരു ഇതിലാണ് നമ്മൾ തുടക്കം കുറിച്ചത്. നമുക്ക് ഇത്ര അധികം വിപുലമായി നടത്താൻ കഴിയുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്ര പിരിവൊന്നും നമുക്ക് എത്തുന്ന കരുതിയില്ല. നമ്മളെ നാട്ടുകാരും അതുപോലെ നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ നാട്ടിലുള്ളവരാണെങ്കിലും അതുപോലെ നമ്മളെ ഇതര മതസ്ഥരാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു പരിപാടി നമുക്ക് ഇത്രയും ഉഷാറാക്കിയിട്ട് നടത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനോട് സഹകരിച്ച് നമ്മളെ ചെറിയ കുട്ടികളടക്കം നമുക്ക് ഒരുപാട് ഇതിന് നമ്മളെ ഇത് ഒരു സജ്ജീകരണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഇനി അടുത്ത വർഷം നമ്മൾ ഇതുപോലെ തന്നെ ഇതിലും വലിയ രൂപത്തിൽ നമ്മൾ പരിപാടി നടത്തും. ഇത്ര തന്നെ പറയാനുള്ളൂ. താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത ഒരു നന്ദി പറയലാണ്. അപ്പൊ അതിന് നമുക്ക് സെമീറാഖിനെ വിളിക്കാം. വളരെയധികം സന്തോഷം. ഇത്ര നല്ല ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിലെ യുവാക്കൾക്ക് ആദ്യമായിട്ട് നന്ദി പറയാണ്. പിന്നെ നമ്മുടെ യുവാക്കളെല്ലാവരും ഇതുപോലെ തന്നെ ഇതിലും വിപുലീകരിച്ചിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും വലുതായിട്ട് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം. നിങ്ങളുടെ സഹകരണം ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. റോയൽ പാലസ് എന്ന് പറഞ്ഞൊരു കാറ്ററിംഗ് സർവീസാണ്. നമ്മളെ സജ്ജീകരണം നമ്മളെ കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ അവരാണ് നമുക്കിത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തത്. നല്ല ഭക്ഷണമായിരുന്നു. നല്ല നമ്മളെ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ വെള്ളം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ നാട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് നാട്ടിലൊരു പൊതുവായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫോണും പിടിച്ച് നടക്കുമ്പോൾ പല ആൾക്കാരും എന്തായാലും സംഭവം എന്നറിയില്ല. കുറേ ആൾക്കാർ പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ട്, പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരുവിധം എല്ലാവരും അറിയുന്നത്. എന്തായാലും നമ്മുടെ ഈ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എൻ്റെ ചാനൽ എന്താണും ഞാൻ എന്തൊക്കെയാണ് നമ്മുടെ ചാനൽ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവും. പിന്നെ എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഞാൻ ആദ്യമായിട്ടൊരു പൊതുവായിട്ടൊരു പരിപാടിയിൽ വരുന്നതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം പേര് എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. എൻ്റെ പേര് സിജിൻ എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് എല്ലാവർക്കും അറിയാലോ, തങ്കച്ചൻ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി ഉണ്ടാവണം. അപ്പോൾ ഞാനിരുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുക, അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.